ളുഹാ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും പിശാചിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെയും നിസ്കാരമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതിവാക്കുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം വസിയത്ത് ചെയ്യുകയും ചെയ്യുന്ന നിസ്കാരം. സൂര്യനുദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹർ വരെ വിശാലമായ സമയം അതിനുണ്ട്. ചുരുങ്ങിയത് 2 റക്അത്തും ഏറ്റവും പുണ്യകരമായത് 8 റക്അത്തും കൂടിയത് 12 റക്അത്തുമാണ്. സ്വർഗത്തിൽ അതിന് പ്രത്യേകം ബാബുൽ ളുഹാ എന്ന് പറയുന്ന ഒരു വാതിൽ തന്നെയുണ്ട്. ഐനല്ലദീന യുദീമൂന അലാ സ്വലാത്തുൽ ളുഹാ, ളുഹാ നിസ്കാരം പതിവാക്കുന്നവർ എവിടെ എന്ന് നാളെ വിളിക്കപ്പെടുന്ന വലിയ ആദരണീയമായ ഒരു നിസ്കാരമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യുസബ്ബിഹുന ബിൽ അശീ വൽ ഇശ്റാഖ് എന്നതിന് സ്വലാത്തുൽ ളുഹാ എന്ന വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ വശംസിയും രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹയും, അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂന, ഖുൽ ഹുവല്ലാഹു, അങ്ങനെയും ഓതി അത് നിസ്കരിക്കാം. പതിവായി 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്നവർ ഗാഫിലീങ്ങളിൽ അശ്രദ്ധരിൽ പെടുകയില്ല. 4 റക്അത്ത് ആകുമ്പോൾ അവർ മുഹ്സിനീങ്ങളിൽ പെടുമെന്നും 6 റക്അത്ത് ആകുമ്പോൾ ഖാനിതീങ്ങളിൽ പെടുമെന്നും 8 റക്അത്ത് ആകുമ്പോൾ അവരെ വിജയികളിൽ പെടുമെന്നും 10 റക്അത്ത് ആകുമ്പോൾ ദോഷം രേഖപ്പെടുത്തുകയില്ല എന്നും 12 റക്അത്ത് പതിവായി നിസ്കരിക്കുമ്പോൾ സ്വർഗത്തിൽ പതിയെ ഭവനം ഉണ്ടാകുമെന്നും ഹദീസിൽ കാണാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.